ഈ ഗെയിം ഒരു റെസൊല്യൂർ ബ്രില്യൻസ് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുള്ള 4 കാരണങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാരണം അഗ്ലി ഗെയിമാണ് കളിച്ചതെങ്കിലും മിഡ് ബ്ലോക്ക് കളിക്കുന്ന ബ്രെൻഫോർഡിനെതിരെ നമ്മളൊരു 2-0 എന്ന സ്കോറിൽ ജയിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 കളികളിലും ബ്രെൻഫോർഡിനെതിരെ നമുക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഡ്രോ ചെയ്യുകയായിരുന്നു. അതുപോലെ തന്നെ റീസെന്റ് റിസൾട്ട് ഒരു മിഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമുകൾക്കെതിരെ നമ്മൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ള കാര്യം ചെൽസി ഫാൻസിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ബ്രെൻഫോർഡിന്റെ സ്ട്രെങ്ത്തിനനുസരിച്ചുള്ള ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. ബ്രെൻഫോർഡ് എപ്പോഴും ഓഫ് ദ ബോൾ നന്നായിട്ട് കളിക്കുന്ന ടീമാണ്. അതുകൊണ്ട് ചെൽസി എന്താ ചെയ്തത്? ചെൽസി അവരെ ഹൈ പ്രസ് ചെയ്തിട്ട് ബോൾ എടുക്കാൻ നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് ബിൽഡപ്പിന് ശ്രമിച്ചിട്ടില്ല. മാക്സിമം ബോൾ നിങ്ങൾ വെച്ചോളൂ എന്നുള്ളൊരു അപ്രോച്ച് ആയിരുന്നു. അത് നിങ്ങൾക്ക് സ്റ്റാറ്റ്സ് നോക്കിയാലും കാണാം. കൂടുതൽ പൊസിഷൻ ബ്രെൻഫോർഡിനായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തത് ഒരു മിഡ് ബ്ലോക്ക് ഇട്ടിട്ട് അവരെ മിഡിലിൽ കൂടെയുള്ള അവരെ ഗെയിം മൊത്തം ബ്ലോക്കാക്കി അവരെ വൈഡിലോട്ട് പുഷ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം ഫൊഫാനയ്ക്കും ബാദിഷലിനും മുകളിലുള്ള ടോസിന്റെ സെലക്ഷനാണ്. വേറെ ഒന്നുമല്ല, നമ്മളൊരു മിഡ് ബ്ലോക്ക് ഇട്ടിരിക്കാൻ പോവുകയാണെന്നും ബ്രെൻഫോർഡ് വൈഡിലൂടെയാണ് ആക്രമിക്കാൻ പോകുന്നത് എന്നുള്ളതും അതുകൊണ്ട് തന്നെ കൂടുതൽ ക്രോസുകളാണ് ബോക്സിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതും ലിയാമിന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് പുള്ളി ടോസിനെ അവിടെ ചൂസ് ചെയ്തത്. നാലാമത്തെ റീസൺ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഗർണാച്ചോനെ നമ്മൾ പെട്ടെന്ന് മാറ്റി. ഗർണാച്ചോ വളരെ മോശമായിട്ടാണ് കളിച്ചത്. പക്ഷേ ഗർണാച്ചോയ്ക്ക് പകരം അവരൊരു എസ്താവോയോ അതല്ലെങ്കിൽ ഒരു ഗിറ്റൻസിനോ അല്ല വന്നത്. പകരം നമ്മൾ സാന്റോസിനെ കൊണ്ടുവന്നു. കാര്യം ചെൽസി ഓൾറെഡി ഒരു 1 ഗോൾ ലീഡായിരുന്നു. അപ്പം ലിയാമിന് അറിയാം അവിടെ വേണ്ടത് കൺട്രോളാണ്, അല്ലാതെ കൗണ്ടർ കളിക്കുന്ന ഒരു പ്ലെയറിനെ അല്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മളവിടെ സാന്റോസിനെ കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ടോസിന് ഇറങ്ങാനുള്ള കാര്യം പുള്ളി ഏരിയയിൽ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടും ബ്രെൻഫോർഡ് ഒരുപാട് ക്രോസുകളും കാര്യങ്ങളും നമ്മളെ ബോക്സിലേക്ക് ഇടും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ ബ്രെൻഫോർഡ് എന്താ ചെയ്തത്? അവർ കുറേ റണ്ണേഴ്സിനെ ഇറക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അവർ ഫിസിക്കലായിട്ട് ഗെയിം കൊണ്ടുപോയി. അതുപോലെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി ഫാസ്റ്റായിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടിയിരുന്നത് കുറച്ചുകൂടി 1 on 1ഉം അതുപോലെ തന്നെ റിക്കവറി പേസൊക്കെ അത്യാവശ്യം നല്ല ഉള്ള ഒരു ഡിഫൻഡറെ ആയിരുന്നു. അവിടെയാണ് നമ്മൾ ടോസിനെ മാറ്റി ഫൊഫാനയെ കൊണ്ടുവരുന്നതും. പിന്നെ പ്ലേയേഴ്സിൻ്റെ കാര്യം എന്തായാലും പറയണം. ജാവോ പെഡ്രോ ആൻഡ് സാഞ്ചസ് ഗോൾസ് ആൻഡ് സേവ്സ് ഈ ഗെയിമിൽ ഒത്തിരി ക്രൂഷ്യലായിരുന്നു. അതുപോലെ തന്നെ ഡിഫൻഡേഴ്സിൻ്റെ ആണെങ്കിലും മിഡ്ഫീൽഡേഴ്സിൻ്റെ ആണെങ്കിലും എഫേർട്ട്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ് ചെൽസി ഫാൻസ് ഹാപ്പി ആയിരിക്കില്ല. കാര്യം കുറേ കാലമായിട്ട് അവർ കാണുന്ന ഒരു ഗെയിം സ്റ്റൈലോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു ഇത്. പക്ഷേ ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കളിക്കാൻ പോകുന്നത്. കാര്യം ഇന്നലത്തെ ഗെയിം എന്ന് പറഞ്ഞിരിക്കെങ്കിൽ അഗ്ലി ആയിട്ട് കളിച്ച് ജയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഗെയിം പ്ലാൻ. ഇനി നമ്മൾ കളിക്കാൻ പോകുന്നതും ടീമിൻ്റെ ഒരു ഓപ്പോസിഷൻ ടീമിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ. ആൻഡ് ഓഫ് കോഴ്സ് ഷെയർ ദിസ് വിത്ത് വൺ ഓഫ് യുവർ ചെൽസി ഫാൻ. താങ്ക് യു.